ഹലോ സ്റ്റുഡൻസ്, JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ റൊട്ടേഷണൽ ഡൈനാമിക്സ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മറ്റ് എല്ലാ എൻട്രൻസ് എക്സാം പോലെ തന്നെയും റൊട്ടേഷണൽ ഡൈനാമിക്സിന് JEE അഡ്വാൻസിലും വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് മറ്റ് ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് റൊട്ടേഷണൽ ഡൈനാമിക്സ്. സോ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഫ്രം എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r and mass 9m, a small disk of radius r/3 is removed from the disk. The moment of inertia of the remaining disk about an axis perpendicular to the plane of the disk and passing through O is. So options തന്നിട്ടുണ്ട് 4mr², 40 divided by 9mr², 10mr² and 37 divided by 9mr². അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കുക. എന്നിട്ട് സൊല്യൂഷൻ, എവിടെയെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r, റേഡിയസ് r ഉള്ള ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്. ഇറ്റ് ഇസ് റേഡിയസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ r ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് 9m. ഇതിൻ്റെ മാസ് 9m ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ എ സ്മോൾ ഡിസ്ക് ഓഫ് റേഡിയസ് r/3 ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഡിസ്ക്. ഈ ഡിസ്കിൽ നിന്ന് റേഡിയസ് r/3 ഉള്ള ഒരു ഡിസ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഇതിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡിസ്കിൻ്റെ മാസ് ഇതിൽ പറഞ്ഞിട്ടില്ല. ടോട്ടൽ മാസ് 9m ആണ്. അതിൽ നിന്ന് r/3 റേഡിയസ് ഉള്ള ഒരു പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മാസ് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് ഈ ഒരു ഭാഗം എന്നുള്ളത് ഈ ടോട്ടൽ മാസിൻ്റെ 1/9 പോർഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡെൻസിറ്റിയൊക്കെ വെച്ച് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ടോട്ടൽ മാസിൻ്റെ 1/9 പോർഷനാണ്. അപ്പോൾ ടോട്ടൽ മാസ് 9m ആണെങ്കിൽ 9mൻ്റെ 1/9 പോർഷൻ, വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു പോർഷൻ്റെ മാസ് m ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഗസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Then the moment of inertia of the remaining disk about an axis perpendicular to the plane of disk and passing through O. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പോർഷൻ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. സോ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ റിമൈനിങ് പോർഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ഈ ഡിസ്ക് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിൽക്കുന്ന സമയത്ത് ലെറ്റ് ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഐ, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ആണ്. ഓക്കെ, ദെൻ ഇത്രയും പോർഷൻ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ലെറ്റ് ഇറ്റ് ബി ഐ ഡാഷ്, അതൊരു ഐ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പോർഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മൈനസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ദാറ്റ് വി ഹാവ് റിമൂവ്ഡ്. ഓക്കെ, നമ്മൾ ആ റിമൂവ് ചെയ്ത പോർഷൻ അതിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പോർഷൻ കിട്ടും. ഇനി വി ആൺ ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ആൻഡ് ഐ ഡാഷ്. എന്നിട്ട് അത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. സോ നമുക്ക് ആദ്യം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. അതായത് വി ഹാവ് എ ഡിസ്ക് ഈസ് ദർ ഹാവിങ് മാസ് 9m ആൻഡ് ദ റേഡിയസ് ഈസ് r. അങ്ങനെയാണെങ്കിൽ the moment of inertia about an axis passing through the center and perpendicular to the plane. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. അതായത് റിമൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടുള്ള കേസിൽ. സോ വി നോ ദാറ്റ് ഫോർ എ ഡിസ്ക് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് mr²/2. സോ ഇവിടെ മാസ് 9m ആണ്, അതേപോലെ റേഡിയസ് r ആണ്. സോ mr²/2 ദാറ്റ് ഈസ് 9m r² ഡിവൈഡഡ് ബൈ 2, 9mr² ഡിവൈഡഡ് ബൈ 2. ഇതാണ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇനീഷ്യൽ സ്റ്റേജിലെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. സോ ദിസ് വൺ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇത്രയും പോർഷനാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ആ റിമൂവ് ചെയ്ത പോർഷൻ മാത്രം ഞാൻ ഇവിടെ ഒന്ന് വരക്കാം. സോ ഇതാണ് നമ്മുടെ റിമൂവ് ചെയ്ത പോർഷൻ. ഓക്കെ, അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. ശരിക്കും നമുക്ക് ഈ ഒരു ആക്സിസിന് ചുറ്റുമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ആദ്യം നമുക്ക് അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതുള്ള കണ്ടുപിടിക്കാം. എന്നിട്ട് പാരലൽ ആക്സസ് തിയറം വെച്ചിട്ട് എബൌട്ട് ദ സെൻറ്റർ പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇറ്റ്സ് മാസ് ഈസ് m ആണ്, റേഡിയസ് r/3 ആണ്. So what will be the moment of inertia of this portion? ഇതിൻ്റെ moment of inertia will be equal to, it is a disk തന്നെയാണ്, ആ ഒരു പോർഷൻ ഡിസ്ക് തന്നെയാണ്. So moment of inertia will be mr² divided by 2. So mass is m,
r is r by 3, so m r square by 9 divided by 2. Okay, r ന്റെ പകരം r by 3 എന്ന് കൊടുത്തു, ഹോൾ സ്ക്വയർ വരുമ്പോൾ r square divided by 9, so which is equal to m r square divided by 18. സോ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ബൈ 18 ആണ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ദ ഡിസ്ക് ഈസ് ദർ ഹിയർ ആൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഡിസ്ക് ഇത് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 ആണ്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ത്രൂ ദിസ് സെൻറ്റർ ആണ്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആക്സിസ് ആയതുകൊണ്ട് വി ക്യാൻ ഏബിൾ ടു യൂസ് ദ പാരലൽ ആക്സിസ് തിയറം. സോ ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് r by 3 ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് r മൈനസ് r by 3, ദാറ്റ് ഈസ് 2 by 3r ആണ്. സോ വി നോ ദ പാരലൽ ആക്സിസ് തിയറം. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം I is equal to I center of mass plus m a square. So that is equal to I center of mass is m r square divided by 18 plus m a square. A is 2 by 3r. So 2 by 3r the whole square means it will be m r square into 4 divided by 3 square is 9. So this will be our I dash. So ഇതാണ് നമ്മുടെ I dash എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ I dash is equal to, I dash means the moment of inertia of the disk which we have removed. Okay, so I dash is equal to m r square divided by 18 plus 4 by 9 m r square. So ഇത് ചെയ്തു കഴിഞ്ഞാൽ we will get I dash is equal to m r square divided by 2, m r square by 2. So ഇനി നമുക്ക് the moment of inertia of the remaining portion കണ്ടുപിടിക്കാം. That is equal to I minus I dash. I we have already found it is 9 by 2 m r square minus I dash. I dash is m r square divided by 2, m r square divided by 2. Therefore moment of inertia of the remaining portion is equal to 4 m r square. Okay, 4 m r square. Therefore first option is the correct answer. First option, that is 4 m r square. Okay, so ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. നമുക്ക് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പോർഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനീഷ്യൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ മൈനസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് ദാറ്റ് വി ഹാവ് റിമൂവ്ഡ്, അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് പോർഷൻ കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് എ സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും സിംഗിൾ കറക്റ്റ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. A disk of mass m and radius r is rolling with angular speed omega on a horizontal plane as shown in the figure. ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്, that disk is rolling. We know that rolling means it will be having both translation motion as well as rotational motion. The magnitude of angular momentum of the disk about the origin is. So we want to find the magnitude of angular momentum of the disk about the origin. So the options are half m r square omega, 3 by 2 m r square omega, m r square omega, and finally 2 m r square omega. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എങ്ങനെ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതൊരു റോളിംഗ് മോഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ഡ്യൂറിംഗ് ദ റോളിംഗ് മോഷൻ there are two types of motions are there, that is namely translation and rotational. So we can say that the total angular momentum L is due to the angular momentum due to translation motion plus angular momentum due to rotational motion. ഇതൊരു ട്രാൻസ്ലേറ്ററി മോഷൻ മാത്രമായിരുന്നെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി ഓൺലി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. ഇവിടെ റോളിംഗ് മോഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിംഗ് ബോത്ത് ട്രാൻസ്ലേഷൻ ആസ് വെൽ ആസ് റൊട്ടേഷൻ. സോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് ഡ്യൂ ടു റൊട്ടേഷൻ. സോ വി ക്യാൻ റൈറ്റ് ആസ് എൽ ഈസ് ഈക്വൽ ടു എം വി ആർ പ്ലസ് I omega, because angular momentum due to translation is mvr and angular momentum due to rotation is I omega. So L is equal to mvr plus I omega. Then total angular momentum is equal to m into, we know that v is equal to r omega. So instead of this v I can substitute r omega into r plus I means moment of inertia. ഇതൊരു ഡിസ്ക് ആയതുകൊണ്ട് moment of inertia will be m r square divided by 2 into omega. So L is equal to m r square omega plus m r square omega divided by 2.
then total angular momentum is equal to, here mr square omega plus mr square omega divided by 2 will be equal to 3 by 2 mr square omega. So which is the answer? Option B will be the answer, 3 by 2 mr square omega. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡ്യൂറിങ് റോളിംഗ് മോഷൻ ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് ഡ്യൂ ടു റൊട്ടേഷൻ. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. Then next question, ഇത് multiple correct answer type question ആണ്. So the question is that a solid cylinder is rolling down a rough inclined plane of inclination theta, then option A, the friction force is dissipative. The second one, the friction force is necessarily changing. The third option, the friction force will aid rotation but hinder the translation motion. And the last one, the frictional force is reduced if theta is reduced. So this question is a previous year IIT JEE 2006. So ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാകാൻ നമുക്ക് റഫായിട്ട് ഇതിൻ്റെ ഒരു ഫിഗർ ഒന്ന് വരക്കാം. So we have an inclined plane and a solid cylinder is rolling down. ഒരു സോളിഡ് സിലിണ്ടർ താഴേക്ക് റോൾ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ റോളിംഗ് മോഷനാണ്. സോ ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരക്കാം. വി നോ ദാറ്റ് എം ജി വിൽ ബി ആൾവേസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. സോ വെർട്ടിക്കലി ഡൗൺവേർഡ് എം ജി ഉണ്ടാകും. ഓക്കെ, ലെറ്റ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. നൗ ഐ എം ഗോയിങ് ടു റിസോൾവ് ദിസ് എം ജി ഇൻ ടു 2 components, that is a vertical and as well as a horizontal. Then let this angle is theta, therefore this component will be mg cos theta and this component will be mg sin theta. And we know that the frictional force will be always in the opposite direction of the relative motion. അപ്പോൾ ഒബ്ജക്റ്റ് താഴേക്കാണ് റോൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഫ്രിക്ഷൻ വിൽ ബി ആൾവേസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡെസിപ്പേറ്റീവ്. നമുക്കറിയാം ആ ഒരു ഓപ്ഷൻ റോങ് ആണ്. രണ്ടാമത്തത്, ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് നെസസറിലി ചേഞ്ചിങ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഈ ഒരു ഓപ്ഷനും റോങ് ആണ്. തേർഡ് വൺ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ എയ്ഡ് റൊട്ടേഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് റൊട്ടേഷണൽ മോഷനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്, കാരണം റൊട്ടേഷണൽ മോഷൻ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ റൊട്ടേഷണൽ മോഷൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടാൻജൻറ്റ്. ഫോർ ഗെറ്റിംഗ് ദ ഡയറക്ഷൻ വി ക്യാൻ ഡ്രോ എ ടാൻജൻറ്റ്. ഈ ഡയറക്ഷനിലാണ് അതിന് റൊട്ടേഷണൽ മോഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു ഫോഴ്സ് വരുന്നുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിൾ പോലെ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ലൈക്ക് എ കപ്പിൾ ആൻഡ് ഇറ്റ് വിൽ എയ്ഡ് ദ റൊട്ടേഷൻ. അത് റൊട്ടേഷനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ബോഡിയുടെ റൊട്ടേഷണൽ മോഷൻ ഇങ്ങോട്ടാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ ഒരു കപ്പിൾ ഫോം ചെയ്തിട്ട് അത് റൊട്ടേഷണൽ മോഷനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിൻഡർ ദ ട്രാൻസ്ലേഷൻ. നമുക്കറിയാം ട്രാൻസ്ലേഷൻ മോഷൻ മീൻസ് അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെ ഇറ്റ് വിൽ ഹിൻഡർ ദ ട്രാൻസ്ലേഷൻ മോഷനാണ്. Therefore option C is a correct answer. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ഇഫ് തീറ്റ ഈസ് റെഡ്യൂസ്ഡ്. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. വി നോ ദാറ്റ് ദ ഒബ്ജക്ട്, ദ സോളിഡ് സിലിണ്ടർ ഈസ് റോളിംഗ് ഡൗൺ. സോളിഡ് സിലിണ്ടർ താഴേക്ക് ഒരു എ ആക്സലറേഷനിൽ റോൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഡയറക്ഷനിൽ എം എ ഫോഴ്സ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷനിൽ എം എ ഫോഴ്സ് ഉണ്ടാകും. സോ വി ക്യാൻ സേ ദാറ്റ് വാട്ട് വിൽ ബി ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ ഈ ഡയറക്ഷനിൽ എം എ ഉണ്ട്, അതേപോലെ എം ജി സൈൻ തീറ്റ ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ, എം ജി സൈൻ തീറ്റ മൈനസ് എം എ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് എം എ. ഇനി ഫോർ എ റോളിംഗ് മോഷൻ, ഒരു റോളിംഗ് മോഷൻ്റെ കേസിൽ ആക്സലറേഷൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാം അല്ലേ. ഫോർ എ റോളിംഗ് മോഷൻ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ? ദാറ്റ് ഇസ് ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus k square divided by r square. Okay, acceleration is equal to g sin theta divided by 1 plus k square by r square, where k is called radius of gyration. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എൻ സി ആർ ടിയിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. സോ വി ക്യാൻ ഫൈൻഡ് ആക്സലറേഷൻ. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. ദെയർഫോർ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus m r square by 2 divided by m
ആർ സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്, ഒരു സോളിഡ് സിലിണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Therefore we will get acceleration is equal to 2/3 g sin theta. Therefore acceleration is equal to 2/3 g sin theta. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ്റെ ഫോർമുല കിട്ടി. ഈ ആക്സലറേഷൻ്റെ ഫോർമുല ഈ ഫ്രിക്ഷൻ്റെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we will get friction as mg sin theta മൈനസ് എം ഇൻറ്റു ഈ എയുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, സോ മൈനസ് എം ഇൻറ്റു ആക്സലറേഷൻ്റെ വാല്യൂ 2/3 g sin theta. Therefore frictional force is equal to mg sin theta divided by 3. Okay, mg sin theta divided by 3. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കാരണം എം കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്, 3 കോൺസ്റ്റൻ്റ് ആണ്. Therefore frictional force is directly proportional to sin theta. So more the angle, more will be the frictional force. Okay, so when theta is less, friction also will be less. So the frictional force is reduced if theta is reduced. അത് ശരിയാണ്, കാരണം തീറ്റ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും, ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. സോ ഇൻ ദിസ് കേസ് ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആണ്. സോ ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ IIT JEE 2006. Then next question, ഇത് ഇൻറ്റിജർ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് JEE Advanced 2013. A uniform circular disc of mass 50 kg and radius 0.4 meter is rotating with an angular velocity of 10 radian per second about its own axis, which is vertical. Two uniform circular ring, each of mass 6.25 kg and radius 0.2 meter, are gently placed symmetrically on the disc in such a manner that they are touching each other along the axis of the disc and are horizontal. Assume that the friction is large enough such that the rings are at rest relative to the disc and the system rotates about the original axis. The new angular velocity, that is in radian per second, of the system is. So question വളരെ സ്ലോ ആയിട്ട് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം സ്ലോ ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. റഫായിട്ട് വേണമെങ്കിൽ ഫിഗറുകൾ വരക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ യൂണിഫോം സർക്കുലാർ ഡിസ്ക്, ഒരു യൂണിഫോം സർക്കുലാർ ഡിസ്ക് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് മാസ് ഇസ് 50 kg, മാസ് 50 kg ആണ്. ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് ഈക്വൽ ടു 0.4 മീറ്റർ, ഇസ് റൊട്ടേറ്റിംഗ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി. സോ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് 10 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഇനീഷ്യലി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ക് ഇവിടെയുണ്ട്, 2 യൂണിഫോം റിങ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ 2 യൂണിഫോം റിങ്ങുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് ഓഫ് മാസ് 6.25 kg. ഓക്കെ, അപ്പോൾ 6.25 kg ഉള്ള 2 യൂണിഫോം റിങ്ങുകൾ ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓഫ് റേഡിയസ് 0.2 മീറ്റർ, ആർ ജെന്റ്ലി പ്ലേസ്ഡ് സിമെട്രിക്കലി ഓൺ ദ ഡിസ്ക് ഇൻ സച്ച് എ മാനർ ദാറ്റ് they are touching each other along the axis of the disk. ഇതാണ് ഡിസ്കിൻ്റെ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ആക്സിസിലാണ് അവർ വെച്ചിട്ടുള്ളത്, അവർ പരസ്പരം ടച്ചും ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ ആ 2 ഡിസ്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദ 2 യൂണിഫോം റിങ്, 2 യൂണിഫോം റിങ്ങുകൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഓരോണെത്തിൻ്റെയും മാസ്, ദ മാസ് ഓഫ് ഈച്ച് റിങ് ഇസ് ഈക്വൽ ടു 6.25 kg ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഇസ് ഈക്വൽ ടു 0.2 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി എന്തായാലും ഡിക്രീസ് ചെയ്യും. ഓക്കെ, കാരണം 2 റിങ്ങുകളും അതിൻ്റെ കൂടെ അഡീഷണലി വന്നിട്ടുണ്ട്. അത് കാരണം എന്തായാലും ആംഗുലാർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. സോ വാട്ട് ഈസ് ഇറ്റ്സ് ന്യൂ ആംഗുലാർ വെലോസിറ്റി ദാറ്റ് വി വാണ്ട് ടു ഫൈൻഡ്? ദാറ്റ് ഈസ് ഒമേഗ ഡാഷ് വി വാണ്ട് ടു ഫൈൻഡ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ ഏബിൾ ടു യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇവിടെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. കാരണം വി നോ വാട്ട് ഇസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. If there is no external torque, externally നമ്മൾ ഒരു ടോർക്കും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗുലാർ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ വിൽ ബി സെയിം. അപ്പോൾ ഈ ആദ്യത്തെ കേസിലെ ആംഗുലാർ മൊമെൻറ്റും അവസാന കേസിലെ ആംഗുലാർ മൊമെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ലെറ്റ് ദ ആംഗുലാർ മൊമെൻറ്റം ഇൻ ദ ഫസ്റ്റ് കേസ് ബി L1 and the angular momentum in the second case be L2. So I can say that angular momentum in the first case will be equal to second case. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് കേസിൽ ആംഗുലാർ മൊമെൻറ്റം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, L1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വി നോ ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു L ഇസ് ഈക്വൽ ടു I ഒമേഗ. സോ ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് I1 ഒമേഗ 1 എന്ന് എഴുതി. ഓക്കെ, L1 ഇസ് ഈക്വൽ ടു I1 ഒമേഗ 1. സോ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I മീൻസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇതൊരു ഡിസ്ക് ആണ്. സോ വി നോ ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് ഇസ് mr²/2. ഓക്കെ, സോ r square divided by 2 into omega 1. First case omega തന്നിട്ടുണ്ട് 10 ആണ്. Now we can substitute the value. Mass is 50 and radius is 0.4 the whole square divided by 2 into 10. Okay, which is equal to 50 into 10, 500 by 250 into 0.4 the whole square will be 40. So angular momentum in the first case is equal to 40 ആണ് നമുക്ക് ഫസ്റ്റ് കേസിൽ കിട്ടിയത്. So that is equal to L1. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആംഗുലാർ മൊമെൻറ്റം ഇസ് 40. ഇത് തന്നെ ആയിരിക്കും ലാസ്റ്റ് കേസിൽ ഉണ്ടാവുക. കാരണം എക്സ്റ്റേണലി നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസിലെ ആംഗുലാർ മൊമെൻറ്റം ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ആംഗുലാർ മൊമെൻറ്റം ഇൻ ദ സെക്കൻഡ് കേസ് ഇസ് ഈക്വൽ ടു I2 ഒമേഗ 2. ഓക്കെ, I2 ഒമേഗ 2. ഈ ഒമേഗ 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So what is I2? I2 means moment of inertia in the second case. പക്ഷേ സെക്കൻഡ് കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ മീൻസ് അവിടെ 3 കമ്പണൻസ് ഉണ്ട്. ഒരു ഡിസ്ക് ഉണ്ട്, 2 റിങ്ങും ഉണ്ട്. സോ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻ ദ സെക്കൻഡ് കേസ് വിൽ ബി ഈക്വൽ ടു ഡ്യൂ ടു ദ ഡിസ്ക് പ്ലസ് ഡ്യൂ ടു ദ റിങ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ റിങ്. ഓക്കെ, കാരണം 3 ഒബ്ജക്റ്റുകളുണ്ട്. സോ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ മീൻസ് അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഡിസ്കിൻ്റെ നമുക്കറിയാം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഡിസ്ക് വിൽ ബി ഈക്വൽ ടു mr² ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഈ റിങ്ങിൻ്റെ കണ്ടുപിടിക്കണം. റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വിൽ ബി ഈക്വൽ ടു mr² ആണ്. ഓക്കെ, റിങ്ങിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന സമയത്ത് mr² ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ആക്സസിന് ചുറ്റുമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ വി ക്യാൻ യൂസ് പാരലൽ ആക്സസ് തിയറം. വി ക്യാൻ ഏബിൾ ടു യൂസ് ദ പാരലൽ ആക്സസ് തിയറം. സോ ഈ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ വി ഹാവ് ദിസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് എ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് r/2 ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് r/2 ആയിരിക്കും. അപ്പോൾ റിങ് ഈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ മീൻസ് mr² ആണ്. പക്ഷേ റേഡിയസ് എത്രയാണ് ഇവിടെ, r/2 ആണ്. സോ ഇറ്റ് വിൽ ബി mr² ഡിവൈഡഡ് ബൈ 4 ആണ്. mr²/4. ദെൻ ഇനി നമുക്ക് പാരലൽ ആക്സസ് തിയറം യൂസ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് r/2 ആണ്. സോ അക്കോർഡിംഗ് ടു പാരലൽ ആക്സസ് തിയറം I is equal to I center of mass plus ma². Okay, I center of mass is equal to mr² divided by 4 plus ma². A means r/2. So r/2 the whole square means r²/4. So mr² plus mr² will get it as 2mr². Okay, അപ്പോൾ ഡിസ്കിൻ്റെത് ഈ റിങ് the moment of inertia of the ring about the center and passing and perpendicular to the plane will be equal to 2mr² ആണ്. ഓക്കെ, സോ 2 ഇൻറ്റു റിങ്ങിൻ്റെ ആയതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാണ്. സോ 2mr². നമുക്കിനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. സോ ഈ ഫസ്റ്റ് കേസ് ഡിസ്കിൻ്റെ ആണ്. ഡിസ്കിൻ്റെ മാസ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു r is 0.4. സോ 0.4 the whole square divided by 2 plus 2 into mass of the ring is 6.25 into radius is equal to 0.2 the whole square. So when we are solving this, we will get it as 50 into 0.4 the whole square divided by 2 will be 4 plus 2 into 6.25 into 0.2 the whole square will be equal to 1. So 4 plus 1 is equal to 5. So moment of inertia is 5 ആണ് രണ്ടാമത്തെ കേസിൽ. ഓക്കെ, സോ രണ്ടാമത്തെ കേസിൽ ആംഗുലാർ മൊമെൻറ്റ് എന്താണ്, ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു I2 ഒമേഗ 2. സോ I2 is equal to 5, ഒമേഗ 2 we don't know. So that ഒമേഗ 2 we have to find. ഇനി നമുക്ക് രണ്ട് കേസിലെയും എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. സോ വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ വിൽ ബി സെയിം. ഫസ്റ്റ് കേസിൽ അത് 40 ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ അത് 5 ഒമേഗ 2 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 40 is equal to 5 ഒമേഗ 2. Therefore omega 2 is equal to 40 divided by 5. 40 divided by 5 which is equal to 8. Okay, so 8 radian per second. That will be the answer. So the new angular velocity, first case it is rotating with 10 radian per second ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അതിൽ
മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി, കാരണം 2 അഡീഷണൽ റിങ് കൂടെ വന്നതുകൊണ്ട്. സോ വി നോ ദാറ്റ് വെൻ ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസസ് ദെൻ ആംഗുലാർ വെലോസിറ്റി വിൽ ഡിക്രീസസ് ബിക്കോസ് ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ എന്തായാലും ആൻസർ ലെസ് ദാൻ 10 ആയിരിക്കും, നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. സോ ആൻസർ വിൽ ബി 8. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഇൻറ്റിജർ ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം ആൻസർ ആ സമയത്ത്. So it will be 8 radian per second. Okay, so this is JEE advanced question in 2013.